ഏവർക്കും വന്ദനം. ഈ ഞായറാഴ്ച രാവിലെയുള്ള നമ്മുടെ ധ്യാനത്തിന് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 15 മുതലുള്ള ഏതാനും വാക്യങ്ങൾ ഞാൻ വായിക്കട്ടെ. 15 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. ഇത് ലൗദോക്യ സഭയ്ക്ക് ദൈവദൂതൻ നൽകുന്ന വെളിപ്പെടുത്തലാണ് എന്ന് നമുക്കറിയാം. ഞാൻ ഭാഗം വായിക്കുന്നു. ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു. നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു. ഇങ്ങനെ നീ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല ശീതോഷ്ണവാനാകയാൽ നിന്നെ എൻ്റെ വായിൽ നിന്ന് ഉമിണ്ണുകളയും. ഞാൻ ധനവാൻ, ഞാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനുമെന്ന് അറിയാതിരിക്കയാൽ നീ സമ്പന്നനാകേണ്ടതിന് തീയിലൂതിക്കഴിച്ച പൊന്നും നിൻ്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാത്ത വണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിലെഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. എനിക്ക് പ്രിയമുള്ളവരെയൊക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. ആകയാൽ നീ ജാഗ്രതയുള്ളവനായിരിക്കുക, മാനസാന്തരപ്പെടുക. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ലൗദോക്യ സഭയ്ക്ക് നൽകുന്ന ദൂതാവിധം. ഈ സഭയുടെ അവസ്ഥ എന്താണ് എന്ന് മനസ്സിലാക്കുവാൻ എത്ര പേർ വേണ്ടതുപോലെ ശ്രമിച്ചിട്ടുണ്ട് എന്ന് ഒരുപക്ഷെ ഈ ഒരു ധ്യാനത്തിൽ നിങ്ങൾ പങ്കെടുത്താൽ നിങ്ങൾക്ക് ബോധ്യമാകുന്നതാണ്. ഇതൊക്കെയും നമ്മുടെ ആത്മപരിശോധനയ്ക്ക് ഉതകുന്ന ധ്യാനമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ ഈ പങ്കിടുന്ന ദൂതുകളെല്ലാം ആദ്യം എന്നോടും പിന്നെ നിങ്ങളോടും പറയുന്നതാണ്. ഈ ആത്മീയ അറിവിൻ്റെ വെളിച്ചത്തിൽ ആദ്യം സ്വയപരിശോധന നടത്തിയിട്ടാണ് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കുവാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എല്ലാം തികഞ്ഞവനാണ് എന്ന ഒരു അവകാശവാദവും എനിക്കില്ല. പക്ഷേ ഇത് നിങ്ങളെക്കാൾ എനിക്ക് ബാധകമാണ് എന്ന യാഥാർത്ഥ്യം ഒന്ന് സൂചിപ്പിക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. എൻ്റെ പോരായ്മകളും ന്യൂനതകളും ബലഹീനതകളും സ്പഷ്ടമായി മനസ്സിലാക്കിയ അവസ്ഥയിൽ, അവരാക്കുന്ന അവസ്ഥയിൽ അഭയം പ്രാപിക്കുന്നതിന് ഞാൻ വചനത്തിലേക്ക് തിരിയുമ്പോൾ ദൈവം മനസ്സറിഞ്ഞ് എനിക്ക് വെളിപ്പെടുത്തി തരുന്ന ചില അറിവുകളാണ്, ബോധ്യങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കിടുന്നത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഒരു സഭയുടെ അവസ്ഥ, ഇത് ഏഷ്യയിലുള്ള സഭയാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് നമ്മെ നന്നായി ഇത് ബാധിക്കണം. ഇത് ഒരു പക്ഷേ നമ്മുടെ അവസ്ഥയാണോ ഇവിടെ ചിത്രീകരിക്കപ്പെടുന്നത് എന്നത് ചിന്തിക്കുവാൻ നമുക്ക് കടമയുണ്ട്. നാം ഇന്ന് ശീതവാന്മാരുമല്ല ഉഷ്ണവാന്മാരുമല്ല ശീതോഷ്ണവാന്മാരാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഒന്നും നമ്മെ ബാധിക്കുന്നില്ല. ഒരു കാര്യത്തിൽ നമുക്ക് ഒരു നിലപാടില്ല. ആത്മീയമായ ഒരു ചുമതലയുമില്ല. ആത്മീയമായ ഒരു ദൗത്യവുമില്ല. ക്രിസ്ത്യാനികളാണ്, എല്ലാവരും ക്രിസ്ത്യാനികളാണ് എന്ന ഒരു ധാരണയിൽ ഇങ്ങനെ ഒഴുകിപ്പോകുന്ന ഒരവസ്ഥയിലാണോ നാം? അല്ല. നമ്മെ ഓരോ സ്ഥലത്തും പ്രത്യേകമായ ഇടങ്ങളിൽ ദൈവമാക്കി വെച്ചതാണെന്നും അങ്ങനെയെങ്കിൽ അതിൻ്റെയൊക്കെ പിറകിൽ വർത്തിക്കുന്ന ബൃഹത്തായ ഒരു ലക്ഷ്യത്തിൻ്റെ ചുമതലയുള്ളവരാണ് നാം എന്ന് മനസ്സിലാക്കി നാം നമ്മുടെ സാഹചര്യങ്ങളോട് ആത്മീകമായ ദർശനത്തിൽ പ്രതികരിക്കാൻ നമുക്ക് കടമയുണ്ട് എന്ന ഒരു ബോധ്യം നമുക്കുണ്ടോ എന്നത് ഈ ഒരു സമയത്ത് ദൂതൻ ലൗദോക്യ സഭയ്ക്ക് അല്ലെങ്കിൽ സഭയുടെ മുൻപിൽ അവതരിപ്പിക്കുന്ന ഒരു വലിയ ചോദ്യമാണ്. ആ ചോദ്യം നമുക്കും വളരെയധികം പ്രസക്തിയുള്ളതാണ് എന്ന് പെട്ടെന്ന് തിരിച്ചറിയാവുന്നതാണ്. അപ്പോൾ ശീതവാനുമല്ല
ഉഷ്ണവാനുമല്ല, ശീതോഷ്ണവാനാണ്. എന്ന് പറഞ്ഞാൽ ഏറ്റവും ലളിതമായ അർത്ഥം പറയുമ്പോൾ ഇപ്പോൾ ഞാനൊരു മേശയുടെ മുമ്പിലിരുന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. എൻ്റെ മേശയുടെ പുറത്ത് പല വസ്തുക്കളുണ്ട്. ഒരു പേന കിടപ്പുണ്ട്, കടലാസ് കിടക്കുന്നു, അപ്പുറത്തൊരു പുസ്തകം ഇരിക്കുന്നു, കുറച്ചങ്ങോട്ട് മാറി ഞാൻ ചായ കുടിക്കുന്നൊരു കോപ്പ ഇരിക്കുന്നു. എന്നാൽ ഇതിലേതെങ്കിലും ഒരെണ്ണം നല്ല തണുപ്പുള്ളതാണെങ്കിൽ എൻ്റെ ശ്രദ്ധ അതിൽ പെട്ടിരിക്കും. അല്ലെങ്കിൽ നല്ല ചൂടുള്ളതാണെങ്കിൽ തൊട്ടാലുടനെ എനിക്കറിയാം. അപ്പോൾ അത് അങ്ങനെ ഇരിക്കുന്നു എന്നത് എപ്പോഴും എനിക്ക് ബോധ്യമുണ്ടായിരിക്കും. ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ മേശയുടെ പുറത്തുള്ളത് ശീതവാനുമല്ല, ഉഷ്ണവാനുമല്ല, ശീതോഷ്ണവാനാണ്. അതുകൊണ്ടെന്താണ്, എനിക്കും അതുമായി യാതൊരു ബന്ധവുമില്ല. അപ്പോൾ ശീതവാനായിരിക്കണം, ഉഷ്ണവാനായിരിക്കണം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം, ഉഷ്ണവാനാകുക എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങളോട് നമുക്ക് സകാരാത്മകമായി പ്രതികരിക്കണം, ഒരു പോസിറ്റീവ് സ്റ്റാൻഡ് എടുക്കണം. ചില കാര്യങ്ങൾ അതുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല, അത് എൻ്റെ ദർശനത്തിന് പറ്റിയതല്ല, എൻ്റെ ദൗത്യത്തിന് ഉതകുന്നതല്ല, എനിക്ക് അതുമായി യാതൊരു ഇടപാടുമില്ല. ചില കാര്യങ്ങൾ ഞാൻ സ്വീകരിക്കും, ചില കാര്യങ്ങൾ സ്വീകരിക്കുകയില്ല. രണ്ടും ആത്മീയമായ ഉണർവിനെ സൂചിപ്പിക്കുന്നു. എന്നാൽ ശീതോഷ്ണമെന്ന് പറഞ്ഞാൽ എല്ലാം എനിക്ക് കണക്കാണ്. ഒന്നും ഇപ്പം നന്മയും തിന്മയും യാതൊരു വ്യത്യാസമില്ല, സ്നേഹം വെറുപ്പ് ഒരു വ്യത്യാസവുമില്ല, നീതി അനീതി ഒരു വ്യത്യാസവുമില്ല. അങ്ങനെയുള്ള ഒരവസ്ഥ തന്നെയുമല്ല, ഞാൻ ഉൾപ്പെട്ടിരിക്കുന്ന, ഇത് വളരെ പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണ്, ഞാൻ ഉൾപ്പെട്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തെപ്പറ്റി ഏതെങ്കിലും വിധത്തിൽ അറിവ് പ്രാപിപ്പാനോ, അങ്ങനെ അറിവ് പ്രാപിക്കുന്നത് കൊണ്ട് ചുമതല ബോധത്തോടെ ഇതിൽ സ്ഥിതി ചെയ്യുവാനോ എനിക്ക് യാതൊരു ആവശ്യവുമില്ല. ഞാൻ ഈ ലോകത്തിൽ വസിക്കേണ്ട ആൾ പോലുമല്ല. ഞാൻ നിത്യതയുടെ മകളാണ്. അതുകൊണ്ട് എൻ്റെ കണ്ണ് ഞാൻ അങ്ങ് ദൂരെ നിത്യതയിലേക്ക് പറിച്ച് നട്ടിരിക്കുകയാണ്. ഭൂമിയുടെ പരപ്പിലൊന്നും കാണാൻ എനിക്ക് കണ്ണില്ല. അതുകൊണ്ടായിരിക്കണമല്ലോ ആ നല്ല ശമര്യക്കാരൻ്റെ ഉപമയിൽ വഴിയരികിൽ മുറിവേറ്റ് നിണം മാർന്നു കിടന്ന ഒരു മനുഷ്യനെ കാണാൻ കണ്ണില്ലാതെ പുരോഹിതൻ തിരിഞ്ഞു പോയത്. അവൻ മുഖം തിരിഞ്ഞ് നടന്നു പോയെന്ന് പറഞ്ഞാൽ അവൻ മുഖം ആകാശത്തിലേക്ക് ഉയർത്തിയൊക്കെ നടന്നു പോയെന്നാണ് എൻ്റെ അർത്ഥം. കാരണം ഒരു പുരോഹിതൻ്റെ കണ്ണാണെങ്കിൽ ഭൂമിയുടെ പരപ്പിൽ പതിക്കരുത്, അത് നിത്യതയിലേക്ക് അയച്ചുകൊണ്ടേയിരിക്കണം എന്നാണ് നമ്മുടെ ധാരണ. വിശ്വാസികളെ പറ്റിയുള്ള നമ്മുടെ ധാരണയും തഥൈവ. എന്നാൽ യേശു അങ്ങനെ ആയിരുന്നില്ല. അവൻ്റെ കടാക്ഷങ്ങൾ ഈ ഭൂമിയുടെ പരപ്പിൽ എപ്പോഴും പരതി നടന്നിരുന്നു. കാരണം എന്താണ്, ഈ ഭൂമിയിൽ മനുഷ്യൻ നന്നേ കഷ്ടപ്പെടുന്നുണ്ട്. ഇത് വേദനയുടെ ലോകമാണ്. അരിഷ്ടതയിൽ ആണ്ടുകിടക്കുന്നൊരു മനുഷ്യജാതി ഇവിടെയുണ്ട്. അവിടെ പലവിധമായ പ്രശ്നങ്ങൾ, അത് ലോക യാഥാർത്ഥ്യമാണ്. അതിനെതിരെ കണ്ണടയ്ക്കാൻ മനുഷ്യപുത്രന് കഴിയുകയില്ല എന്ന മഹനീയമായ ഒരു ദൃഷ്ടാന്തമാണ് നാം യേശുവിൽ കാണുന്നത്. എങ്കിലും അതൊന്നും നമുക്ക് ബാധകമല്ല. നാം യേശുവിൻ്റെ അനുയായികളാണ്, യേശുവിൽ വസിക്കുന്നവരാണ്, യേശുവിനെ ആരാധിക്കുന്നവരാണ്. എന്നാൽ യേശുവിൻ്റെ കാഴ്ചപ്പാടിനോടും സമീപനത്തോടും ദൗത്യബോധത്തോടും നമുക്ക് പുലബന്ധം പോലുമില്ല. ഇങ്ങനെയുള്ള ഈ അവസ്ഥ തിരിച്ചറിയുവാൻ ഈ ഭാഗം നന്നേ പ്രയോജനപ്പെടും എന്നതുകൊണ്ടാണ് ഇന്നേ ദിവസം ഈ ഭാഗത്തെ ഈ 5 വാക്യങ്ങളെ ആസ്പദമാക്കി ചില ചിന്തകൾ സാധാരണ നമ്മുടെ ഇടയിൽ പങ്കിടപ്പെടാറില്ലാത്ത ചിന്തകൾ നിങ്ങൾക്ക് നൽകുവാൻ ഞാൻ പ്രേരണ അനുഭവിക്കും. അപ്പോൾ ഇത് ഒന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി ചില കാര്യങ്ങൾ നമുക്ക് പരിഗണിക്കാം. ആദ്യമായി, മനുഷ്യനായി ജീവിക്കാം, അല്ലെങ്കിൽ മനുഷ്യൻ മൃഗീയമായും ജീവിക്കാം. മനുഷ്യൻ മൃഗത്തെ പോലെ ജീവിക്കാം, അല്ലെങ്കിൽ മനുഷ്യനായി ജീവിക്കാം. എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നത് നമ്മുടെ ആത്മീയമായ ഏറ്റവും വലിയ കടമ മനുഷ്യരായി തീരുക എന്നുള്ളതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ നേട്ടം
മനുഷ്യരായി തീരുക എന്നുള്ളതാണ്. ഞാനങ്ങനെ പറയാനും വിശ്വസിക്കാനുമുള്ള ആധാരം എന്താണ്? ദൈവം മനുഷ്യനായി തീർന്നു. ദൈവം മനുഷ്യനായി തീർന്നു. അതിൻ്റെ അർത്ഥം ആയിരിക്കണമെങ്കിൽ, മനുഷ്യരാകണമെങ്കിൽ, അല്ലെങ്കിൽ മനുഷ്യത്വം പ്രാപിക്കണമെങ്കിൽ നാം എപ്രകാരമായിരിക്കണം എന്ന ഒരു വെളിപ്പെടുത്തൽ ലോകത്തിന് നൽകുന്നതിന് വേണ്ടി ദൈവം മനുഷ്യനായി അവതരിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദൈവം മനുഷ്യനായി തീർന്നു. അതിൻ്റെ അർത്ഥം മനുഷ്യനായിരിക്കുക എന്ന ആ അനുഗ്രഹിക്കപ്പെട്ട അതിശയമാർന്ന അവസ്ഥ എന്ത് എന്ന് നിങ്ങൾക്ക് ആത്മാവിലും സത്യത്തിലും മനസ്സിലാകണമെങ്കിൽ ഇതാ യേശുവിനെ നോക്കൂ. അപ്പോൾ മനുഷ്യത്വം പ്രാപിക്കുക എന്നത് വളരെ വളരെ ഉന്നതമായ ഒരു ആത്മീയമായ ലക്ഷ്യമാണ് എന്നൊരു പക്ഷേ വേണ്ടതുപോലെ ആരും നമ്മെ ബോധവൽക്കരിച്ചിട്ടില്ല. അതുകൊണ്ട് ആദ്യമായി നമ്മുടെ മനസ്സിൽ കുറിക്കേണ്ടത്, നാം ദൈവത്തിൻ്റെ പേര് പറയുന്നു, യേശുവിൻ്റെ പേര് പറയുന്നു, പള്ളിയിൽ പോകുന്നു, ആരാധിക്കുന്നു, ക്രമങ്ങളൊക്കെ ഇങ്ങനെ നടത്തുന്നു. പക്ഷേ അതുകൊണ്ടൊന്നും നാം എങ്ങും ചെന്നെത്തുന്നില്ല. നമ്മുടെ ജീവിതം മൃഗങ്ങളെപ്പോലെ ആകുന്നുവെങ്കിൽ നമുക്കെന്ത് പ്രയോജനം? എന്താണ് മൃഗത്തെ പോലെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ? ഇപ്പോൾ 1000 വർഷങ്ങൾക്ക് മുൻപ് മൃഗങ്ങൾ ജീവിച്ചു. ഇപ്പോഴും മൃഗങ്ങൾ. 1000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച കടുവയുടെ സ്വഭാവവും ഇപ്പോൾ ജീവിക്കുന്ന കടുവയുടെ സ്വഭാവവും ഒന്ന് തന്നെയാണ്. 5000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച ആനയുടെ ബോധതലങ്ങളും ഇപ്പോൾ ജീവിക്കുന്ന ആനകളുടെ ബോധവും തുല്യമാണ്. 10000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച തിമിംഗലത്തിൻ്റെ ആ അസ്തിത്വവും ഇപ്പോഴുള്ള തിമിംഗലത്തിൻ്റെ അസ്തിത്വവും ഒന്ന് തന്നെയാണ്. കാരണം എന്താണ്? ഈ ആനയ്ക്കും കൂനയ്ക്കും തിമിംഗലത്തിനും ഒന്നും അവർ വസിക്കുന്ന കാലഘട്ടത്തെ പറ്റിയോ അവരുടെ ഇമ്മീഡിയറ്റ് കോണ്ടെക്സ്റ്റ്, അവരേത് സാഹചര്യത്തിലായിരിക്കുന്നു അതിനെപ്പറ്റിയോ അവരാരായിരിക്കുന്നു എന്നതിനെ പറ്റിയോ അതിനേക്കാൾ മഹത്തരമായ ഏതെങ്കിലും അവസ്ഥ പ്രാപിക്കാൻ സാധ്യതയുണ്ടോ ഇല്ലയോ എന്നതിനെപ്പറ്റി യാതൊരു ബോധവുമില്ല. അവർ ജനിക്കുന്നു, ജീവിക്കുന്നു, മരിക്കുന്നു. അവരുടെ ചിന്തയും പ്രവർത്തനവും എല്ലാം തന്നെ നിലനിൽപ്പിന് വേണ്ടി മാത്രമുള്ള, അല്ലെങ്കിൽ ആ ലക്ഷ്യത്തെ മാത്രം പരിഗണിച്ചിട്ടുള്ളതാണ്. സ്വന്തം നിലനിൽപ്പിനപ്പുറത്ത് ചിന്തിക്കുന്ന ഒരു മൃഗവുമില്ല. ഇപ്പോൾ കടുവ എന്ന് പറയുന്ന ഈ ജന്തുവർഗത്തെ മെച്ചപ്പെടുത്താൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചിന്തിക്കുന്ന ഒരു കടുവയെ നമ്മളിതുവരെ ചരിത്രത്തിൽ കണ്ടിട്ടില്ല. കാരണം ഒരു കടുവായ്ക്കും അതിൻ്റെ താല്പര്യങ്ങളെ കഴിഞ്ഞ് ബൃഹത്തായി ചിന്തിക്കുവാൻ, പൊതുവായി ചിന്തിക്കുവാൻ, ടു തിങ്ക് ജനറലി ഓഫ് ഇഷ്യൂസ് ആ കഴിവില്ല. അപ്പോൾ മനുഷ്യൻ്റെ പ്രത്യേകത എന്താണ്? അവൻ ഏത് കാലഘട്ടത്തിലാണെങ്കിലും, ഏത് സമൂഹത്തിലാണെങ്കിലും, ഏത് സംസ്കാരത്തിലാണെങ്കിലും, ഏത് അവസ്ഥയിലാണെങ്കിലും അതെന്താണ്, അതിലടങ്ങിയിരിക്കുന്ന പോരായ്മ എന്താണ്, അല്ലെങ്കിൽ അതിലടങ്ങിയിരിക്കുന്ന മാഹാത്മ്യം എന്താണ്, ഈ സംഭവം എന്നെ എന്താണ് വിളിച്ചറിയിക്കുന്നത്, ഈ സാഹചര്യത്തിൽ എൻ്റെ പ്രത്യേകമായ സംഭാവന എന്തായിരിക്കണം, എൻ്റെ നിലപാട് എന്തായിരിക്കണം, അതുകൊണ്ട് ഈ സാഹചര്യം എപ്രകാരം മെച്ചപ്പെടണം അല്ലെങ്കിൽ രൂപാന്തരപ്പെടണം. ഇതാണ് മനുഷ്യൻ്റെ ഏറ്റവും മാനുഷികമായി മാഹാത്മ്യമുള്ള ഒരു കാഴ്ചപ്പാട്. എന്നാൽ ഇത് എത്ര പേർ വാസ്തവത്തിൽ അനുഭവിക്കുകയും പാലിക്കുകയും ചെയ്യുന്നു എന്ന് നാം ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. അതുകൊണ്ട് മൃഗങ്ങൾ എല്ലാ യുഗങ്ങളിലും ഒന്നുപോലെ വസിക്കുന്നു. അവർക്ക് വലിയ ബോധമൊന്നുമില്ല, വലിയ ബൃഹത്തായ ചുമതലകളൊന്നുമില്ല. അങ്ങനെ തല പോഞ്ഞ് അന്വേഷിക്കുകയും കണ്ടെത്തുകയും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ യേശു പറഞ്ഞു, നിങ്ങൾ അന്വേഷിപ്പിൻ കണ്ടെത്തും. എൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾ മൃഗങ്ങളെപ്പോലെ ജീവിക്കരുതെന്നാണ് എൻ്റെ അർത്ഥം. ഒരു മൃഗവും അതിൻ്റെ ഉദരപൂർണത്തിനുള്ള കാര്യങ്ങളല്ലാതെ ഒന്നും അന്വേഷിക്കുന്നില്ല, കണ്ടെത്തുന്നില്ല. മനുഷ്യന് മാത്രം നൽകിയിരിക്കുന്ന പ്രത്യേകമായ കഴിവാണ്. ആ കഴിവ് നീ ഉപയോഗിക്കുന്നില്ല എങ്കിൽ നീ ഒരു മൃഗത്തിന് സമാനമാണ്. ആ ഒരവസ്ഥയിലാണോ നാം കഴിയുന്നത്? എല്ലാ മൃഗങ്ങളും ശീതോഷ്ണവാന്മാരാണ്. ഇപ്പോൾ ഒരു മൃഗം അവിടെ നിൽക്കുന്നു,
എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എൻ്റെ ചെറുപ്പത്തിൽ അയൽപ്പക്കത്ത് ഒരു വീട്ടിൽ ഒരു കള്ളുകുടിയൻ്റെ വീടാണ്. അവൻ എന്നും കള്ളു കുടിച്ചു വന്ന് അവൻ്റെ ഭാര്യയെ ഇട്ട് നന്നേ ദേഹോദ്രവിപ്പിക്കും. അത് ഭീകരമായ വിധത്തിൽ. ഞാൻ ബാലനാണ്, ഞാനത് കണ്ട് ഞെട്ടി വിറച്ചിരുന്നിട്ടുണ്ട്. ആ വീട്ടിലൊരു പട്ടിയുണ്ട്, ഒരു പശുവുണ്ട്. ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കും, ഈ രണ്ട് മൃഗങ്ങൾ ഈ വലിയ വലിയ ആക്രമണം നടക്കുമ്പോൾ ഒരുത്തൻ അവൻ്റെ ഭാര്യയായിട്ട് തൊഴിക്കുന്നു, ഇട്ടിക്കുന്നു, മരിക്കത്തക്കവണ്ണം ദേഹോദ്രവം. അവയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നവുമല്ല. അതവരുടെ ഒരു പശു അതിൻ്റെ പുല്ല് തിന്നുകൊണ്ടിരിക്കുന്നു, പട്ടി അതിലുള്ള ചെള്ളിനെ നോക്കി നടക്കുന്നു. ഇതുപോലെയാണോ നാം ജീവിക്കുന്നത്? ഇതാണ് മൃഗതുല്യമായ ജീവിതം എന്ന് പറയുന്നത്. നാം ഇങ്ങനെ ജീവിക്കാൻ ഒരു കാരണമുണ്ട് എന്നിവിടെ പറയുകയാണ്. എന്താണ്? ലൗദോക്യ സഭ വളരെ സമ്പന്നമായൊരു സഭയായിരുന്നു. സമ്പത്ത് വർദ്ധിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നാം നമ്മളിലേക്ക് ചുരുങ്ങിപ്പോകുന്നു. ഇപ്പോൾ എനിക്ക് ഒന്നുമില്ല എങ്കിൽ, ഇപ്പോൾ കുറഞ്ഞ പക്ഷം ഭിക്ഷയാചിക്കുന്ന ഒരു മനുഷ്യന് അതിലെ ആരാണ് പോകുന്നത് എന്നെങ്കിലും ഒന്ന് ശ്രദ്ധിക്കാൻ ആവശ്യമുണ്ട്. അതേസമയം ലൂക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്ന ധനവാന് അവൻ്റെ മാളികയ്ക്കകത്ത് ഇരുന്ന് സുഖിക്കുകയാണ്. അതിൻ്റെ വെളിയിൽ എന്ത് സംഭവിക്കുന്നു എന്ന് അറിയുവാൻ ആവശ്യമില്ല. അതുകൊണ്ടാണ് ലാസർ അവൻ്റെ പടിവാതിൽക്കൽ കിടന്ന് ചത്തുപോയത്. ലാസറിനെ സംബന്ധിച്ചിടത്തോളം ഈ ധനവാൻ ഒരു മൃഗം മാത്രമായിരുന്നു. നല്ല നല്ല ആഹാരം കഴിക്കുകയും നല്ല നല്ല വസ്ത്രം ഉടുക്കുകയും പട്ടുമത്തയിൽ കിടക്കുന്ന ഒരു ഇരുകാലി മൃഗമായിരുന്നു. അതുകൊണ്ട് അവൻ ചെന്ന് എത്തേണ്ടിടത്ത് എത്തി. അതാണ് യേശുവോടെ പറയുന്നത്. അതുപോലെയാണോ നാം ജീവിക്കുന്നത്? നാം ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ നാം ആയിരിക്കുന്ന സാഹചര്യങ്ങൾ, മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ, ഇവയൊക്കെയും സൂക്ഷ്മമായി മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ചിന്താശക്തി ഉണ്ടാകണം. അതിന് ആത്മീയമായ ഭാഷയിൽ പറഞ്ഞാൽ വിവേചന ബുദ്ധി ഉണ്ടാകണം. പൗലോസ് അപ്പോസ്തലൻ ആത്മാവിൻ്റെ ഫലങ്ങളെപ്പറ്റി പറയുമ്പോൾ, ആത്മാവിൻ്റെ താലന്തുകളെപ്പറ്റി പറയുമ്പോൾ, ദാനങ്ങളെപ്പറ്റി പറയുമ്പോൾ അവിടെ ചിന്താശക്തി, വിവേചന ശക്തി തരും. ഡിസേൺമെൻ്റ് എന്ന് പറയുന്നത്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ചിന്തിക്കുവാൻ അല്പം പോലും താല്പര്യമില്ലാത്ത ഒരു വ്യക്തിക്ക് ഡിസേൺമെൻ്റ് ഉണ്ടാകുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട്? ഒരു കാര്യവും വസ്തുനിഷ്ഠമായി ചിന്തിച്ച് അതിൻ്റെ സത്യാവസ്ഥ അറിയുവാൻ, നിജസ്ഥിതി മനസ്സിലാക്കുവാൻ താല്പര്യമില്ലാത്തൊരു വ്യക്തിക്ക് പരിശുദ്ധാത്മാവ് വന്ന് അവൻ്റെ മേൽ വിവേചന ശക്തി അടിച്ചേൽപ്പിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട്? ഇതെത്രയോ വലിയ മൗഢ്യമാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിനെപ്പറ്റി ഇങ്ങനെ ഘോരം പ്രസംഗിക്കുന്ന ആളുകൾ അതേ വായിൽ പറയും, നിങ്ങൾ ചിന്തിക്കരുത്, നിങ്ങൾ അന്വേഷിക്കരുത്, വായിക്കരുത്, തലച്ചോറ് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞു കളയും. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? പരിശുദ്ധാത്മാവിൻ്റെ ദാനമായ വിവേചന ബുദ്ധിക്ക് വേണ്ടി ഇങ്ങനെ കാത്തിരുന്ന് പ്രാർത്ഥിപ്പിൻ. ഇതിനേക്കാൾ ഭീകരമായ പൊട്ടത്തരം അവതരിപ്പിക്കാൻ സാധ്യമല്ല. ക്രിസ്തീയ സമൂഹം കൂപ്പുകുത്താനുള്ള കാര്യം ഇങ്ങനെയുള്ള പൊട്ടത്തരങ്ങൾ മാത്രം നാം വിഴുങ്ങി നടക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ നമ്മുടെ മനസ്സിലാക്കാനുള്ള കഴിവ്, അതിനെ വർദ്ധിപ്പിച്ചെടുക്കാൻ നമുക്കൊരു ചുമതലയുണ്ട്. കാരണം എന്തെങ്കിലും മനസ്സിലാക്കിയാൽ മാത്രമേ അതിനനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കുവാനും നിലപാടെടുക്കാനും പ്രതികരിക്കാനും സാധ്യമാകുകയുള്ളൂ. ഉദാഹരണമായിട്ട് യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ യേശു തൻ്റെ ശിഷ്യന്മാർക്ക് അവരെ ചിന്തിപ്പിക്കുന്ന തരത്തിൽ കാല് കഴുകൽ ശുശ്രൂഷ ചെയ്ത ശേഷം അവരോട് ചോദിക്കുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തത് എന്തെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? മനസ്സിലാക്കണം. അത് മനുഷ്യൻ്റെ കടമയാണ്. പക്ഷേ എന്തുകൊണ്ടോ ഒന്നും മനസ്സിലാക്കാതിരിക്കുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ആത്മീയമായ ഗുണം എന്ന ഒരു ധാരണയാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. ഇത് അയ്യോ കഷ്ടം, ഒരു സമൂഹത്തിൻ്റെ മേൽ, ഒരു സമൂഹത്തിനോട് ചെയ്ത അപരാധമാണ് ഞാനിവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ നാം ആയിരിക്കുന്ന സാഹചര്യങ്ങൾ അത് എപ്രകാരമായിരിക്കേണ്ടതായിരുന്നുവെന്ന് മനസ്സിലാക്കുകയും ആ ഒരു അവസ്ഥയും ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയുമുള്ള വ്യത്യാസം തിരിച്ചറിയണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും മനസ്സിലാക്കാനുള്ള കഴിവ് വേണ്ടേ? മനസ്സിലാക്കാനുള്ള കഴിവ് വളർത്തിയെടുക്കാത്ത ആളുകൾക്ക് അവരേത് സാഹചര്യത്തിലിട്ടാലും അതാണ് ഏറ്റവും നല്ല കാര്യം. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ
ഇന്ന സഭയിൽ നിൽക്കുന്നു. അവിടെ എന്തെല്ലാം അക്രമവും അനീതിയും വഷളത്വം ഉണ്ടായാലും അത് നമ്മളെ ബാധിക്കാത്തതിൻ്റെ കാര്യം നമുക്ക് മനസ്സിലാക്കാനുള്ള കഴിവില്ലാത്തതുകൊണ്ട് അതങ്ങനെയാണ്, ഇതല്ലാതെ മറ്റൊരു സാധ്യതയുമില്ല എന്ന് നാം കരുതുന്നതിൻ്റെ കാര്യം സ്വന്തമായി ചിന്തിച്ച് മനസ്സിലാക്കാൻ കൂട്ടാക്കാത്ത ആളുകൾക്ക് അവരേതവസ്ഥയായിരിക്കുന്നു അതാണ് ഏറ്റവും പരമമായ സത്യം എന്ന് വിശ്വസിച്ചു പോകും. അത് വലിയ അപകടമാണ്. അങ്ങനെയുള്ളവർ ഒരിക്കലും മെച്ചപ്പെടില്ല, നന്നാവില്ല, രക്ഷപ്പെടില്ല. ഇതൊക്കെയും അനുഭവങ്ങൾ നമ്മെ വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ്. അപ്പോൾ ഇതും മൃഗതുല്യമായി ജീവിക്കുന്നതിൻ്റെ രണ്ടാമത്തെ ഘടകമാണ്. അതായത് ഒന്നിനെയും തിരിച്ചറിയാനുള്ള കഴിവ് നമുക്കില്ല. ചിന്തിക്കുക, അന്വേഷിക്കുക, മനസ്സിലാക്കുക, അതിനനുസരിച്ച് സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യുക, ഇങ്ങനെയുള്ള ഒരു ചുമതലയും നമുക്കില്ല. എന്ന വിധത്തിൽ നാം ജീവിച്ചാൽ നാം മൃഗതുല്യമായി ജീവിക്കുന്നു എന്നതാണ് എൻ്റെ അർത്ഥം. അപ്പോൾ അതുകൊണ്ട് മതപരമായ ജീവിതത്തിൽ ദൈവം നമുക്ക് രണ്ട് കണ്ണുകൾ തന്നിട്ടുണ്ടെങ്കിലും ഒരെണ്ണമെങ്കിലും നിശ്ചയമായും എന്നേക്കുമായി അടച്ച് മാത്രമേ ഒരു വിശ്വാസി ജീവിക്കാവൂ. രണ്ട് കണ്ണും തുറക്കരുത്, ഒരിക്കലും തുറക്കരുത്. ഒരു കണ്ണ് കഷ്ടിച്ചൊന്ന് തുറക്കുക, ഒന്നും കാണരുത്. അത്യാവശ്യമായ കാര്യങ്ങൾ, നിനക്ക് വ്യക്തിപരമായി പ്രയോജനപ്പെടുന്ന കാര്യം മാത്രം കാണും. യേശുവിനെ കാണുന്നത് പോലും അങ്ങനെ ആയിരിക്കണം. അപ്പോൾ നിൻ്റെ താല്പര്യത്തിന് അതീതമായി ചിന്തിക്കുന്ന ഒരു യേശു ഉണ്ടെങ്കിൽ കണ്ണുടനെ അടച്ചോണം. ഇതാണ് നമ്മളെ പഠിപ്പിച്ചത്. പോട്ടെ, അല്ലെങ്കിൽ കൂടിപ്പോയാൽ നീ മാർത്തവക്കാരനാണെങ്കിൽ മാർത്തവ സഭ, നീ CSIക്കാരനാണെങ്കിൽ CSI സഭ, നീ കത്തോലിക്കനാണെങ്കിൽ കത്തോലിക്ക സഭ, നീ പെന്തക്കോസ്കാരനെങ്കിൽ ഫെയ്ത്തവും. ഇതിന് ഗുണം വരുന്ന കാര്യം യേശു ചെയ്തെങ്കിൽ കണ്ടോണം, ഇല്ലെങ്കിൽ കണ്ണടച്ചോണം. ഇതാണ് നമ്മെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന് ആത്മീയത എന്ന് പറയുക എത്ര ബാലിശമാണ് എന്ന് ദയവായി ചിന്തിക്കും. അപ്പോൾ നമ്മുടെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി നിങ്ങൾ കടൽ തീരത്ത് പോയിരുന്നാൽ, ഇപ്പോൾ തിരുവനന്തപുരത്ത് ഞാൻ ഈയിടെ കോഴിക്കോട്ട് കടൽ തീരത്ത് പോയി ഒന്ന് സന്ദർശിച്ചു. അപ്പോൾ അവിടെ പാറകളുണ്ട്. ഈ പാറമേൽ തിരമാലകൾ നിരന്തരം ഒന്ന് അടിച്ചു പോയിക്കൊണ്ടിരിക്കും. ഒരു തിരമാല വരുന്നു, പാറമേൽ അടിച്ച് കയറുന്നു, ആ വെള്ളം പിന്നെ തിരിച്ചു പോകുന്നു. അടുത്ത തിരമാല വരുന്നു, പാറമേൽ ഉരുണ്ട് കയറുന്നു, തിരിച്ചു പോകുന്നു. ഇങ്ങനെ 10,000 വർഷം ഈ തിരമാലകൾ ഈ പാറമേൽ അടിച്ചുരുണ്ട് മേലോട്ട് കയറിയാലും ഈ പാറ അതുപോലെ ഇരിക്കും. ശീതവാനമല്ല, ഉഷ്ണവാനമല്ല, ശീതോഷ്ണവാനം. നമ്മുടെ അവസ്ഥ അതാണ്. നമുക്ക് ചുറ്റും എന്ത് സംഭവിച്ചുകൊള്ളട്ടെ, ഏത് തിരമാലയും അടിച്ചുകൊള്ളട്ടെ, ഒരു പ്രശ്നവുമില്ല. നാം നമുക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നു. നമ്മളിൽ യാതൊരു മാറ്റവും ഉണ്ടാകുകയില്ല. നമ്മുടെ സ്വാർത്ഥത എന്നും സ്വാർത്ഥതയായി നിൽക്കും. അത് നമ്മൾ ക്രിസ്ത്യാനികളായതുകൊണ്ട് നമ്മുടെ സ്വാർത്ഥതയ്ക്കും ഒരു പരിശുദ്ധിയുണ്ട്. പണ്ട് ബ്രാഹ്മണരുടെ സ്റ്റൂളിന് രോഗം ശമിപ്പിക്കാൻ മെഡിസിൻ ക്വാളിറ്റീസ് ഉണ്ടായിരുന്നു എന്ന് വിശ്വസിച്ചതുപോലെ ക്രിസ്ത്യാനിയുടെ അന്ധവിശ്വാസത്തിലും ദൈവമുണ്ട്. ക്രിസ്ത്യാനിയുടെ സ്വാർത്ഥതയിലും ദൈവത്തിന് വലിയ സന്തോഷമാണ്, ദൈവത്തിന് പ്രസാദമാണ് എന്ന് വിശ്വസിക്കത്തക്കവണ്ണം നമ്മുടെ ബുദ്ധി അടഞ്ഞു പോകല്ലോ എന്നോർത്ത് ഞാൻ സങ്കടപ്പെടുകയാണ്. അപ്പോൾ തൻ്റെ മേൽ അടിച്ച് കയറുന്ന തിരമാല, അതിൻ്റെ അവസ്ഥ എന്താണെന്ന് ചിന്തിക്കുവാൻ ആ പാറയ്ക്ക് കഴിയുമോ? അതുപോലെയാണ് യുഗങ്ങൾ മാറുന്നു, അവസ്ഥകൾ മാറുന്നു, യാഥാർത്ഥ്യങ്ങൾ മാറുന്നു, വെല്ലുവിളികൾ മാറുന്നു, പുതിയ പുതിയ സാധ്യതകൾ വരുന്നു. ഇതൊന്നും നമ്മെ ബാധിക്കുകയില്ല. നാം ആ പാറ പോലെ അങ്ങനെ ഇരിക്കുകയാണ്. ശീതവാനുമല്ല, ഉഷ്ണവാനുമല്ല, ശീതോഷ്ണവാൻ. അപ്പോൾ ഈ ഒരവസ്ഥയിൽ നമുക്ക് ആത്മീയമായ നഗ്നതയാണ്, അന്ധതയാണ്, പട്ടിണിയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. നീ നിൻ്റെ ദാരിദ്ര്യം, നീ ഭൗതികമായ സമ്പത്തിൻ്റെ പുറത്ത് കിടന്ന് ഉരുളുന്നു എന്നൊക്കെ നീ പറയുന്നു, അതിനെപ്പറ്റി നീ അഭിമാനിക്കുന്നു. പക്ഷേ നീ നിൻ്റെ ദാരിദ്ര്യം അറിയുന്നില്ല. നീ കണ്ണുപൊട്ടനാണ് എന്ന് നീ അറിയുന്നില്ല. നിൻ്റെ നഗ്നത നീ അറിയുന്നില്ല. അതിന് പ്രതിവിധി എൻ്റെ കയ്യിലുണ്ട്, അത് മാറ്റുവാൻ ഞാൻ സന്നദ്ധനാണ്. പക്ഷേ നീ ശീതോഷ്ണവാനാകയാൽ ഈ സാധ്യതകൾ
പ്രയോജനപ്പെടുത്തുവാൻ നിനക്ക് കഴിയുന്നില്ല. അപ്പോൾ ഇത് ഇവിടെ നാം പ്രത്യേകം മനസ്സിലാക്കണം. ദയവായി ഇത് ഏറ്റവും ശ്രദ്ധയോടെ മനസ്സിലാക്കണം. എന്താണ് ശീതോഷ്ണവാനായിരിക്കുന്നതിനുള്ള ശാപം? എന്താണ്? ഞാൻ ഇതുവരെ പങ്കിട്ട ചിന്തകളിൽ ശീതോഷ്ണവാനാകുക എന്ന് പറഞ്ഞാൽ പ്രതികരിക്കാനുള്ള കഴിവില്ലാതിരിക്കുക. എന്തുകൊണ്ടാണ് പ്രതികരിക്കാൻ കഴിവില്ലാത്തത്? മനസ്സിലാക്കാനുള്ള താല്പര്യമില്ല എന്നതുകൊണ്ട്. മനസ്സിലാക്കാൻ താല്പര്യമില്ലാത്ത എന്തുകൊണ്ടാണ്? മനസ്സിലാക്കിയാൽ ചുമതല ബോധം ഉണ്ടാകും. ഇപ്പോൾ എൻ്റെ സാഹചര്യത്തെ എനിക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ എനിക്കൊരു ചുമതലയുമില്ല. അതുകൊണ്ട് മനഃപൂർവ്വം നമ്മുടെ മനസ്സിൻ്റെ വാതിൽ നാം കൊട്ടിയടച്ചിട്ട് എനിക്കൊന്നും അറിഞ്ഞുകൂടെ, ഞാനൊന്നും കേട്ടില്ലേ രാമനാരായണ എന്ന് പറഞ്ഞിരിക്കുന്ന അവസ്ഥ. ഇതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, നമുക്ക് നൽകാനായി ദൈവം കരുതിയിരിക്കുന്ന വലിയ വലിയ സമ്പത്തുക്കളുണ്ട്, സാധ്യതകളുണ്ട്. അതായത് ഇവിടെ സൂചിപ്പിക്കുന്നത് പോലെ നമ്മുടെ ദാരിദ്ര്യം മാറ്റുവാൻ ദൈവത്തിന് താല്പര്യമുണ്ട്, നമ്മുടെ കണ്ണ് തുറക്കുവാൻ ദൈവത്തിന് താല്പര്യമുണ്ട്, നമ്മുടെ നഗ്നത മാറ്റത്തക്കവണ്ണം രക്ഷയുടെ മേലങ്കിയാൽ നമ്മെ ധരിപ്പിപ്പാൻ ദൈവത്തിന് താല്പര്യമുണ്ട്. അങ്ങനെ മറ്റും ഈ സാധ്യതകൾ എന്താണ് നമുക്ക് പ്രയോജനപ്പെടാതിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇവയൊന്നും അനുഭവത്തിൽ കൊണ്ടുവരുവാൻ, അനുഭവിച്ചറിയുവാൻ നമുക്ക് ഇടയാകാത്തത്? ഈ ശീതോഷ്ണവാന് പ്രതികരണശേഷിയില്ലാത്തത് കൊണ്ട് സാധ്യതകൾ ഏതായാലും അതിനെ പ്രയോജനപ്പെടുത്തുവാൻ കഴിയുകയില്ല. ഇന്ന് ബഹുഭൂരിപക്ഷം ക്രിസ്ത്യാനികളും വിചാരിച്ചിരിക്കുന്നത് ഇങ്ങനെ അവിടെയും തൊടാതെ ഇവിടെയും തൊടാതെ കണ്ണ് മുഴുവനും തുറക്കാതെ, ഒന്നും അറിഞ്ഞില്ല ഒന്നും കേട്ടുമില്ല, നിസ്സംഗത പാലിച്ചുകൊണ്ട് എൻ്റെ കാര്യം മാത്രം നോക്കി ജീവിച്ചാൽ അതാണ് ഏറ്റവും മിടുക്കെന്നാണ് ധരിച്ചിരിക്കുന്നത്. ആ ഒരു കാഴ്ചപ്പാടിനെയാണ് ഇവിടെ വെല്ലുവിളിക്കുന്നത് എന്ന് ആരും നിങ്ങളോട് പറഞ്ഞിട്ടില്ല, എനിക്ക് നന്നേ അറിയാം. പക്ഷേ ഇവിടെ പ്രശ്നം എന്താണ്? അങ്ങനെ ജീവിക്കുന്നൊരു വ്യക്തിക്ക് ദൈവം വിഭാവന ചെയ്തിട്ടുള്ള വലിയ സാധ്യതകളും അനുഗ്രഹങ്ങളും പ്രാപിപ്പാൻ കഴിയുകയില്ല. കാരണം ഈ മനോഭാവം നിൽക്കുന്നിടത്തോളം കാലം ഉന്നതമായ സാധ്യതകളെ നമുക്ക് അതവിടെ നിൽക്കുന്നുവെങ്കിലും അതുകൊണ്ട് പ്രയോജനപ്പെടുത്തുവാൻ സാധ്യമല്ല. ഈ സമയത്തൊരു ഹിന്ദു കഥ ഓർമ്മ വരികയാണ്. ഒരു ശിവഭക്തൻ, അദ്ദേഹം വർഷങ്ങളോളവും ദശകങ്ങളോളം ശിവനെ പൂജിക്കുകയാണ്, ധ്യാനിക്കുകയാണ്. ലോകത്തിൽ മറ്റൊരു ചിന്തയും അദ്ദേഹത്തിനില്ല. പക്ഷേ എന്തിനാണ് ശിവനെ പൂജിക്കുന്നത്? എന്തെങ്കിലും അനുഗ്രഹം കിട്ടണം, ഭൗതികമായ നേട്ടം കിട്ടണം. നമ്മളെപ്പോലെ തന്നെ ദൈവത്തെയോ നമ്മൾ ഓർക്കുന്നത് ആരാധിക്കുന്നതിലും കിട്ടാനാണ് എന്ന് പല വീഡിയോയിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. അത് ഇദ്ദേഹവും അതുപോലെ തന്നെ. അപ്പോൾ പാർവതി ശിവനോട് പറഞ്ഞു, ഈ മനുഷ്യൻ എത്രയോ നാളായി അങ്ങയെ പൂജിക്കുന്നു, അങ്ങയിൽ മാത്രം കേന്ദ്രീകരിച്ച് ധ്യാനിച്ച് ജീവിക്കുന്നു, അവന് വല്ലതും കൊടുത്തുകൂടെ? ശിവൻ പറഞ്ഞു, എനിക്ക് കൊടുക്കാൻ മനസ്സില്ലാഞ്ഞിട്ടല്ല, കൊടുത്താൽ അത് സ്വീകരിക്കാനുള്ള കഴിവ് അവനില്ല. അപ്പോൾ പാർവതി വീണ്ടും പറഞ്ഞു, അതങ്ങനൊന്നുമല്ല, നിങ്ങൾ ചുമ്മാ പറയുന്ന, നിങ്ങൾ ശ്രമിച്ചിട്ടുമില്ല, വല്ലതും അവന് കൊടുക്കുക, പാവമല്ലേ, നിങ്ങൾക്ക് വല്ലതും നഷ്ടമുണ്ടോ, ഇത് വല്ലതും കൊടുക്കുന്നേ. അപ്പോൾ ശിവൻ പറഞ്ഞു, നോക്കിക്കോ, നീ നോക്ക്, വാച്ച്. അപ്പോൾ ഈ ഭക്തൻ നടന്നു പോവുകയാണ്. അവൻ നടക്കുന്ന വഴിയുടെ അവന് ഒരു 10-100 വാര അകലെ ഒരു കുടം നിറച്ച് സ്വർണം വച്ചു. അങ്ങനെ അവൻ നടന്നു പോകുമ്പോൾ ആ സ്വർണം കണ്ടവൻ കൊണ്ടുപോയി പിന്നെ സുഭിക്ഷമായി ജീവിച്ചോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഈ മനുഷ്യൻ നടന്നു വരികയാണ്. ഈ കുടത്തിനോടടുത്തപ്പോൾ അവൻ പറഞ്ഞു, ഇത്രയും നാൾ ഞാൻ 2 കണ്ണും തുറന്ന് നടന്നിട്ട് എനിക്കൊരു പിണ്ണാക്കം കിട്ടിയില്ല, അതുകൊണ്ട് ഇനി ഞാൻ കണ്ണടച്ചുകൊണ്ട് നടക്കാൻ പോയി എന്ന് പറഞ്ഞത് 2 കണ്ണും അടച്ച് നടന്നു പോയി. ആ കുടം നിറച്ച് സ്വർണം അവിടെ ഇരുന്ന് പോയി എന്നൊരു കഥയുണ്ട്. ഇത് വളരെ അന്വർത്ഥമാണ്. ഇത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ വേണ്ടതുപോലെ നമ്മെ മനസ്സിലാക്കാൻ സഹായിക്കുന്നതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. നാം കണ്ണുമടച്ച് ജീവിക്കുന്നവരാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ, ഞാൻ
കുരുടരുടെ കണ്ണ് തുറക്കാൻ വന്നതാണ്. ആരാണ് കുരുടർ? ലോക യാഥാർത്ഥ്യങ്ങൾക്കെതിരെ മനഃപൂർവ്വം കണ്ണടയ്ക്കുന്നവരാണ്. സ്വന്തം താല്പര്യം മാത്രം കണ്ടുള്ളവരാണ് കുരുടന്മാർ. ജീവിതത്തിൽ സ്വാർത്ഥതയ്ക്കപ്പുറത്തൊരു ചുമതലബോധമില്ല എന്ന വിധത്തിൽ ഞാൻ എനിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നു. മറ്റുള്ളവരുടെ ഒരു കാര്യത്തെപ്പറ്റിയും എനിക്ക് ചുമതലയില്ല. അനീതിയുണ്ട്, അക്രമമുണ്ട്, അസത്യം, നഗ്നതാണ്ഡവം നടത്തുന്നു, ഇതൊന്നും എനിക്ക് പ്രശ്നമല്ല. ഇതൊന്നും കാണാൻ എനിക്ക് കണ്ണുമില്ല. അങ്ങനെയുള്ളവരെ കണ്ണ് തുറക്കാനാണ് ഞാൻ വന്നത് എന്നാണ് യേശു പറഞ്ഞത്. കാരണം യേശുവിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ മനുഷ്യൻ്റെ എല്ലാ അവസ്ഥകളെയും ആവശ്യങ്ങളെയും കാണാൻ കണ്ണുള്ള ഒരു വ്യക്തിത്വമായിരുന്നു. അതാണ് ലോകത്തിൻ്റെ വെളിച്ചം. കണ്ണും വെളിച്ചവും തമ്മിലുള്ള ബന്ധം ഞാനായിട്ട് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ആത്മീകമായ സകാരാത്മകമായ പ്രവർത്തന ചുറുക്കുള്ള ക്രിയേറ്റീവ്, ഡൈനാമിക്, ട്രാൻസ്ഫോർമേറ്റീവ് അങ്ങനെയുള്ള അവസ്ഥ, അത് നാം ആയിരിക്കുന്ന അവസ്ഥയും തമ്മിൽ എപ്പോഴും വളരെ സജീവമായ കൊടുക്കൽ വാങ്ങലുകൾ, ഡയലോജിക് റിലേഷൻഷിപ്പ് എന്ന് ഇംഗ്ലീഷിൽ പറയും, റെസിപ്രോക്കൽ റിലേഷൻഷിപ്പ്. നാം ആയിരിക്കുന്ന സാഹചര്യത്തെപ്പറ്റി എനിക്ക് യാതൊരു ബോധവും ആവശ്യമില്ല, ഞാനിവിടെ വസിക്കുന്ന ആൾ പോലുമല്ല എന്ന വിധത്തിൽ ക്രിസ്ത്യാനി ജീവിച്ച. ഇപ്പോൾ വേർപാട് എന്ന് പറയുന്ന ഒരു ആശയമുണ്ട്. അത് വെച്ചങ്ങ് വഷളാക്കുകയാണ്. വേർപാട്, ഈ ലോകത്തോട് യാതൊരു ചിന്തയും പാടില്ല, ലോകത്തിൻ്റെ ഒരു കാര്യത്തോടും നമുക്ക് താല്പര്യമുണ്ടാകരുത്. പക്ഷേ നമ്മൾ ഈ ലോകത്തിലാണ് ജീവിക്കുന്നത്, ഈ ലോകത്തിൻ്റെ ഉപാധി കൊണ്ടാണ് ജീവിക്കുന്നത്. നാം അധ്വാനിക്കുന്നതും നാം ആസ്വദിക്കുന്നതും സമ്പാദിക്കുന്നതും എല്ലാം ഈ ലോകത്തിൻ്റേതാണ്. പക്ഷേ അതിനോട് ചുമതലയുണ്ടാക്കരുത്, എൻ്റെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കരുത്. ഒരു കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി, എനിക്കെന്ത് കിട്ടാൻ കഴിയും. അത് പക്ഷേ ദൈവത്തിൻ്റെ പക്കൽ നിന്നാണ് പ്രാപിക്കുന്നത്, ദൈവം എനിക്ക് തരുന്നതാണ്. അതുകൊണ്ട് ലോകവുമായിട്ട് എനിക്ക് ബന്ധം. ഈ ലോകത്തിൽ നിന്നാണ് ദൈവം എടുത്തു തരുന്നത്. അതിൻ്റെ ഉദാഹരണം, ഒരു കുരുടനായ മനുഷ്യനെ യേശു സൗഖ്യമാക്കാൻ ശ്രമിക്കുമ്പോൾ അവൻ തുപ്പൽ കൊണ്ട് ചെളിയും തുപ്പലും ചേർത്ത് പേസ്റ്റ് ഉണ്ടാക്കി അവൻ്റെ കണ്ണിൽ പുരട്ടുന്നതെന്ന് പറഞ്ഞില്ലേ, അതൊരു വലിയ അടയാളപ്പെടുത്തലാണ്. ഈ ലോകത്തിൽ നിലനിൽക്കുന്നതെല്ലാം ദൈവം സൃഷ്ടിച്ചതാണ്. അതുകൊണ്ട് അതിന് ആത്മീയമായ ദൗത്യ നിർവഹണത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിശ്ചയമായ ഒരിടമുണ്ട്. പക്ഷേ അത് അതിൽ തന്നെ അപൂർണമാണ്. ഇപ്പോൾ അവിടെയുള്ള ചെളിയെടുത്ത് പുരട്ടിയാൽ ഒന്നും നടക്കത്തില്ല. ആ ചെളിയും അത് അഭൗമമായ മറ്റൊരു മർമ്മവും കൂടെ ഒന്നായി തീരുമ്പോൾ അതിൽ കൂടെ അത്ഭുതം നടക്കും. അതുകൊണ്ട് ലൗദോക്യ സഭയുടെ അവസ്ഥ നാം പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ അവസ്ഥ ഇത് തന്നെയാണ്. ശീതവാനുമല്ല, ഉഷ്ണവാനുമല്ല, ശീതോഷ്ണവാനാണ്. നമുക്ക് നാം ആയിരിക്കുന്ന സാഹചര്യങ്ങളെപ്പറ്റി യാതൊരു ബോധ്യവുമില്ല, ഇതിനെപ്പറ്റി യാതൊരു ചുമതലയുമില്ല. മൃഗങ്ങൾ എപ്രകാരമാണ് ജീവിക്കുന്നത്, അവർക്കും അവരുടെ ആവശ്യം എന്താണെന്ന് തിരിച്ചറിയുവാനും അത് നേടാനുമുള്ള കഴിവുണ്ട്. അതുപോലെ മാത്രമാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ മൃഗങ്ങളുടെ സാധ്യതകൾക്ക് അപ്പുറത്തുള്ള അഭവമായ സാധ്യതകൾ, അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ നമുക്ക് അവകാശവും സാധ്യതയും ഉണ്ട് എന്നിരിക്കെ ഇതൊന്നും പ്രാപിക്കാൻ കഴിയാതെ നാം ഇങ്ങനെ വിറങ്ങലിച്ചിരുന്നു പോകുന്നതിൻ്റെ കാര്യം നമ്മുടെ മനോഭാവമാണ്. നാം ഭക്തി നടിക്കുമ്പോഴും ആത്മീയമായ യാതൊരു അച്ചടക്കവും ഇല്ലാത്തവരാണ്. അതുകൊണ്ട് ഒരു പ്രോ ആക്റ്റീവ് സ്പിരിച്വാലിറ്റി, കണ്ണടച്ചിരിക്കുന്ന വിശ്വാസമല്ല, പിന്നെ കണ്ണ് തുറന്ന് സർവശക്തിയും ഉപയോഗിച്ച് ദൈവം സൃഷ്ടിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഈ ലോകത്തിൻ്റെ സാധ്യതകൾ അതിൻ്റെ ഔന്നത്യത്തിലേക്ക് കൊണ്ടുപോകാൻ തക്കവണ്ണം എളിയവനായ എനിക്കും എന്തെങ്കിലും സംഭാവന ചെയ്യാൻ കഴിയും. അത് എൻ്റെ മാഹാത്മ്യം കൊണ്ട് മാത്രമല്ല, കഴിവുകൊണ്ട് മാത്രമല്ല, എന്നെ സർവ്വത്തിനും മതിയാക്കുന്ന ദൈവത്തിൻ്റെ കൃപ എന്നിൽ വ്യാപരിക്കുന്നത് കൊണ്ട് എനിക്കും അത് സാധിക്കും. പക്ഷേ അത് സാധിക്കണമെങ്കിൽ ഐ ഷുഡ് ബി ഫുള്ളി അലൈവ് ടു ദ കോണ്ടെക്സ്റ്റ് ആൻഡ് ഐ ഷുഡ് സീക്ക് ദ വിൽ ഓഫ് ഗോഡ് ഇൻ ദാറ്റ് കോണ്ടെക്സ്റ്റ്. ഞാൻ എൻ്റെ സാഹചര്യത്തെപ്പറ്റി പൂർണ്ണ ബോധവാനാകണം. ആ ബോധ്യത്തിൻ്റെ വെളിച്ചത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ഹിതം എന്ത് എന്ന് നിരന്തരം അന്വേഷിക്കണം. പ്രാർത്ഥനയിൽ കൂടെ യേശു പഠിപ്പിച്ചതുപോലെ നിൻ്റെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണം. അപ്പോൾ സ്വർഗവും ഭൂമിയും
ഒരേ സമയം നമ്മുടെ ഉള്ളിൽ വഹിച്ചുകൊണ്ട് നടക്കുന്ന അവസ്ഥയാണ് ഈ മനുഷ്യൻ്റെ അവസ്ഥ. അതിൽ കുറഞ്ഞതെല്ലാം മൃഗീയമായ അവസ്ഥയാണ്. അത് ശീതോഷ്ണവാൻ്റെ അവസ്ഥയാണ് എന്നതാണ് ഇതിൽ കൂടെ. തൽഫലമായി എന്ത് സംഭവിക്കുന്നു? സഭയാണ് ആരാധന തിമിർത്ത് നടക്കുന്നത്, പക്ഷേ യേശു വെളിയിലാണ്. കാരണം യേശു എന്നതോ അനിതര സാധാരണവും പുതിയതുമായ സാധ്യതകളുടെ ഉറവിടമാണ്. ജീസസ് ഈസ് ദ ലൈറ്റ് ഓഫ് വാട്ട് ഈസ് യെറ്റ് ടു ബി. എന്നാൽ ഇങ്ങനെ സങ്കുചിതമായി മാത്രം കാണുകയും ചിന്തിക്കുകയും സ്വാർത്ഥതയിൽ മാത്രം തങ്ങി നിൽക്കുകയും ചെയ്യുന്നൊരു വ്യക്തിക്ക് യേശുവിനെ ഒരിക്കലും സ്വീകരിക്കാൻ സാധ്യമല്ല. അധരം കൊണ്ട് നാം പാടുകയും പ്രാർത്ഥിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുമെങ്കിലും ജീവിതത്തിൽ യേശുവിന് സ്ഥാനം കൊടുക്കാൻ ആർക്കും കഴിയുകയില്ല, ഈ മൃഗതുല്യമായി ജീവിക്കുന്ന ആളുകൾക്ക്. ആ ഒരു വലിയ വെളിപ്പെടുത്തൽ ഇവിടെ ഉണ്ട് എന്നും കൂടെ സൂചിപ്പിച്ചുകൊണ്ടും ഇങ്ങനെയുള്ള നമ്മെ പിടിച്ചു കുലുക്കേണ്ട വചന സത്യങ്ങൾ വേണ്ടതുപോലെ ആഴത്തിൽ മനസ്സിലാക്കുവാൻ ഏവരും വ്യക്തിപരമായി വളരെ താല്പര്യത്തോടും ദാഹത്തോടും ഈ കാലങ്ങളിൽ പ്രത്യേകിച്ച് അന്വേഷണ ബുദ്ധിയോടെ കഴിയണം എന്നവരോടും പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കാം.